പ്രിയ വചനയാത്രക്കാരെ, തപസ്സുകാലം 3-ാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിചിന്തനങ്ങൾ 8 പോയിൻ്റുകളായി ക്രമീകരിക്കുന്നു. 1. കാനായിലെ യേശുവിൻ്റെ ദൗത്യം കഴിഞ്ഞ് യേശു ആദ്യമായി യഹൂദ അധികാരികളുമായി ഏറ്റുമുട്ടുകയാണ്. പ്രധാന പുരോഹിതനും മറ്റുള്ളവരും യേശുവിൻ്റെ പ്രവർത്തനം കണ്ട് രോഷാകുലരാവുകയാണ്. 2. യോഹന്നാൻ യേശുവിൻ്റെ പരസ്യജീവിത ശുശ്രൂഷയുടെ ആരംഭത്തിൽ ക്രമീകരിക്കുന്നതാണ് ദൈവാലയ ശുദ്ധീകരണം. ഇത് സംഭവിക്കുന്നത് യഹൂദരുടെ പെസഹ തിരുനാളിൻ്റെ അവസരത്തിലാണ്. ഈജിപ്തിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ സ്മരണ നിലനിർത്താനാണ് യഹൂദർ വസന്തകാലത്ത് ഈ തിരുനാൾ ആഘോഷിച്ചിരുന്നതെന്ന് പുറപ്പാട് 12-ാം അധ്യായം വ്യക്തമാക്കുന്നു. 3. യോഹന്നാൻ മാത്രമാണ് ബലിയർപ്പിക്കാനുള്ള കാള, ആട്, പ്രാവ് എന്നിവയെക്കുറിച്ച് പറയുന്നത്. പ്രാവുകൾ പാവപ്പെട്ടവരുടെ ബലിയർപ്പണത്തിനുള്ളതാണെന്ന് ലേവ്യർ 5:7 നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 4. നാണയമാറ്റക്കാർ. 19 വയസ്സ് പൂർത്തിയായ എല്ലാ യഹൂദരും ദൈവാലയ നികുതി 1/2 ശെക്കേൽ നാണയം നൽകണമെന്നായിരുന്നു നിയമം. പുറപ്പാട് 30:11-16 വരെ. റോമൻ ഗ്രീക്ക് നാണയങ്ങളിൽ ചക്രവർത്തിയുടെ ചിത്രമുണ്ടായിരുന്നതിനാൽ ടയറിലെ നാണയമാക്കി മാറ്റിയേ നികുതി നൽകാനാകുമായിരുന്നുള്ളൂ. 5. ദൈവാലയം. ജെറുസലം ദൈവാലയത്തിന് പല മണ്ഡപങ്ങളുണ്ടായിരുന്നു. ഏറ്റവും പിന്നിലായുള്ള വിജാതിയുടെ മണ്ഡപം ബലിമൃഗങ്ങളെ വിൽക്കുന്നതിനും നാണയം കൈമാറ്റം ചെയ്യുന്നതിനുമുള്ള സ്ഥലമായി മാറ്റിയിരുന്നു. പുരോഹിതർ ഇതിന് അനുവാദവും നൽകിയിരുന്നു എന്നുള്ളതാണ് ഏറെ പരിതാപകരം. 6. തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് യേശു പറഞ്ഞു വയ്ക്കുന്നു. പഴയ നിയമത്തിൽ ദൈവത്തോടുള്ള തീഷ്ണത എന്ന് സൂചിപ്പിക്കുന്നു. സംഖ്യാപുസ്തകം 25:11, 1 രാജാക്കന്മാർ 19:10. സങ്കീർത്തനം 69:9 വിഴുങ്ങിക്കളഞ്ഞു എന്ന വാക്യം യേശുവിനെ ഉദ്ദേശിച്ച് വിഴുങ്ങിക്കളയും എന്ന ഭാവികാല വാക്യമാക്കി മാറ്റിയിരിക്കുകയാണ്. വിഴുങ്ങിക്കളയും എന്നതിൻ്റെ ഇല്ലാതാക്കുമെന്ന അർത്ഥവും ബലിയുടെ പശ്ചാത്തലവും യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള സൂചന ഇവിടെ നൽകുന്നുണ്ട്. 7. യേശുവാകുന്ന ദൈവാലയത്തെ യേശുവിൻ്റെ വിമർശകർ നശിപ്പിച്ചാലും യേശുവിനെ കൊന്നാലും യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് വളരെ കൃത്യമായി തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 8. സ്വാതന്ത്ര്യത്തിൻ്റെയും വിമോചനത്തിൻ്റെയും ദൈവാനുഭവം ഉൾക്കൊള്ളാൻ ദൈവാലയത്തിൽ വരുമ്പോൾ ദൈവവുമായുള്ള ബന്ധം സമ്പത്തിലൂടെയാണെന്ന് യഹൂദാധികാരികൾ പറഞ്ഞു വയ്ക്കുന്നത് യേശുവിന് തീർത്തും സഹിക്കാത്തത് തന്നെയാണ്. സ്നേഹിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യുന്ന ദൈവിക ഭവനം സ്നേഹമില്ലായ്മയുടെയും ആധിപത്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഭവനമായി മാറുന്നത് യേശുവിന് സ്വീകാര്യമല്ല. സമ്പത്തിനു വേണ്ടി ആർത്തി പൂണ്ട് ജീവിതം കച്ചവടമായി മാറ്റുന്നത് മാനുഷിക ദൈവിക മൂല്യങ്ങളുടെ നിഷേധവും ദൈവത്തോടുള്ള വെല്ലുവിളിയുമാണ്. ഇതും ഒരുതരം വിഗ്രഹാരാധന എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു വെക്കുന്നത്. ആർഭാടം പിശാചിൻ്റെ വഴിയും പിശാചിൻ്റെ പണിയുമാണ്. നമുക്ക് വേണ്ടി ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നൊക്കെ പിന്തിരിയണം എന്നുള്ളതാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ക്രിസ്തു ശിഷ്യൻ കച്ചവടത്തിൽ നിന്ന് മാറി കനുവിൻ്റെ ആലയമായി മാറണം. ബന്ധങ്ങളിൽ ഒരു കാരണവശാലും കച്ചവട മനോഭാവം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ 1-ാമത്തെ വായന നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കുക. മാതാപിതാ, ഗുരു, ദൈവം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവർക്കാണ് ദീർഘായുസ് പറയുന്നത്. യേശു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ഫ്രാൻസിസ് പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, കുടുംബം എന്നത് അപ്പനും അമ്മയും മക്കളും മാത്രമല്ല, അപ്പൂപ്പനും അമ്മമ്മയും കൂടെ ചേർന്നതാണ്. അവരെ ചേർത്ത് പിടിക്കുമ്പോഴാണ് കുടുംബമാകുന്നത്. കുടുംബത്തിൽ ദൈവാനുഭവവും ദൈവാനുഗ്രഹവും വരുന്നത്. കുടുംബം പ്രാർത്ഥനാലയമാകുന്നത്, കുടുംബം ആതുരാലയമാകുന്നത്, കുടുംബം ആശുപത്രിയാകുന്നത്. അതിന് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ഫാദർ നിക്കോളാസ് ടി.